ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുടെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത്. കോവക്കയാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. 15 കോവക്ക നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്ത് വേണം പൊടിച്ചെടുക്കാനായിട്ട്. നിങ്ങളാരും ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു റെസിപ്പിയാണ് ഇത്. കോവക്ക കഴിക്കാത്തവർ പോലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർ കഴിച്ചിരിക്കും. അതുകൊണ്ട് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. 1 കപ്പ് ചെറിയ ഉള്ളി, 1 കപ്പ് തിരുമ്മിയ തേങ്ങ, ഒരു 7-8 ചുമന്ന പഴുത്ത കാന്താരി മുളക്, 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് ഒന്നുകൂടി ക്രഷ് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഒരു വാഴയില ഇത് നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം വാഴയിലയുടെ മുകളിലേക്ക് ഇത് നമുക്ക് വെച്ച് കൊടുക്കാം. വാഴയില വാട്ടാതെ നമ്മൾ എടുത്ത് വച്ചാൽ വാഴയില കയറിപ്പോവും. അതുകൊണ്ട് വാഴയില വാട്ടിയെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് വച്ച് കൊടുക്കാൻ. സ്റ്റീമറിൽ സ്റ്റീം വന്നതിന് ശേഷം മാത്രമേ ഇത് അതിലേക്ക് വച്ച് കൊടുക്കാവൂ. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു 4 മിനിറ്റ് വെന്ത് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. നമുക്ക് സ്റ്റീം ചെയ്യാതെ ഡയറക്റ്റും നമുക്കിത് കുക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കത്തില്ല, കഴിക്കാനായിട്ട് നല്ല രീതിയിൽ വെന്തും കിട്ടത്തില്ല. അതുകൊണ്ട് സ്റ്റീം ചെയ്തിട്ട് പാകം ചെയ്താൽ നല്ല ടേസ്റ്റും പോഷകങ്ങളും നശിച്ചു പോകത്തില്ല, ടേസ്റ്റും നല്ലതായിരിക്കും കഴിക്കാനായിട്ട്. കടായി ചൂടാക്കി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില കൂടിയിട്ട് മൂപ്പിച്ചതിന് ശേഷം ഒരു സവാള വളരെ കനം കുറഞ്ഞ് നീളത്തിലരിഞ്ഞ് അതുകൂടി ഇട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് 2 സ്പൂൺ പൊടിച്ച പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 3 മുട്ട നല്ല പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കടായിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ ചിക്കി ഇതുപോലെ എടുക്കാവുന്നതാണ്. ഇതിന് നല്ലതുപോലെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഈ കോവക്ക നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ദോശയ്ക്കും അപ്പത്തിനും അതുപോലെ തന്നെ ബ്രെഡിനും കൂടെയും കഴിക്കാനാണ് ഇത് കോമ്പിനേഷൻ. ബ്രെഡിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർ നല്ലതുപോലെ കഴിക്കും. കംപ്ലൈൻറ്റ് ഇല്ലാതെ തന്നെ, അവർക്ക് വേണ്ടാന്ന് പറയത്തില്ല. അത്രയ്ക്കും ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതിനുശേഷം 1 സ്പൂൺ നല്ലതുപോലെ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ഉപ്പുണ്ടാന്ന് നോക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റിൽ ഇതുപോലെ 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. മല്ലിയില ചേർത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള നല്ല ടേസ്റ്റ് വെളിയിലേക്ക് വരിക. അതുകൊണ്ട് മല്ലിയില മിസ് ചെയ്യാതെ അവസാനം ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. അത് കഴിഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.